എൻ്റെ അഭിവാദനമെന്ന്. ആ തളിക്കുളത്തിൽ നിങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. ഈ പ്രിയപ്പെട്ട അധ്യാപകർ ആദരിക്കപ്പെടട്ടെ. ആദരിക്കുമ്പോൾ ആദരിക്കപ്പെടേണ്ട രണ്ട് വ്യക്തികളുടെ പേര് വായിക്കും. അവർ രണ്ടുപേരും മുന്നോട്ട് വരേണ്ടതാണ്. ആദ്യം ബിനിയും ഗിരീഷും വേദിയിലേക്ക് വരണം. ആദ്യമായി ആദരിക്കപ്പെടുന്ന ടീച്ചർ നമ്മുടെ വസുമതി ടീച്ചറാണ്. ടീച്ചറെക്കുറിച്ച് ഒരു ലഘു വിവരണം ഇവിടെ നൽകാൻ ആഗ്രഹിക്കുകയാണ്. വസുമതി ടീച്ചർ 1973 മെയ് മുതലാണ് അധ്യാപന രംഗത്തേക്ക് കടന്നു വന്നത്. സാമൂഹ്യശാസ്ത്ര ക്ലാസ്സുകളിൽ കുട്ടികളെ ചരിത്രത്തിൻ്റെ കൗതുകത്തിലേക്ക് നമ്മെ നയിച്ച വസുമതി ടീച്ചറെ ആദരിക്കുന്നത് ബിനിയും ഗിരീഷും.
തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂൾ 1992 SSLC ബാച്ച് കൂട്ടായ്മയുടെ സ്നേഹവർഷം എന്ന ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരള സാഹിത്യ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ മാസ്റ്റർ. അദ്ദേഹം ഈ സമയത്ത് ഈ വേദിയിലില്ല. തിരക്ക് മൂലം അദ്ദേഹം നമ്മളെ വിട്ട് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിനുള്ള സാങ്ങിൻ്റെ പേരിൽ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. വേദിയെ അലങ്കരിക്കുന്ന നമ്മുടെയെല്ലാം പ്രിയ മലയാളം അധ്യാപകനായിരുന്ന, ഇന്ന് ദേശീയ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് പദം അലങ്കരിക്കുന്ന, നമ്മോട് സ്നേഹ സംഭാഷണം നടത്തിയ, ഒപ്പം നമുക്ക് വേണ്ടി ആവണിപ്പാടം എന്ന കവിത ചൊല്ലി നമ്മുടെ പഴയ ക്ലാസ് മുറികളിലേക്ക് കൊണ്ടുപോയ നമ്മുടെ പ്രിയ TV മദൻ മോഹൻ മാസ്റ്റർക്കും എൻ്റെ പേരിലും സാങ്ങിൻ്റെ പേരിലും നന്ദി പറയുന്നു. സാങ്ങിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയെ ധന്യമാക്കാൻ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയ അധ്യാപകർക്കുള്ള നിസ്സീമമായ നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. തളിക്കുളത്തിൻ്റെ പ്രശസ്തി ലോകം മുഴുവനും എത്തിച്ച നമ്മുടെ നാടിൻ്റെ അഭിമാനമായ സാങ്ങിൻ്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുവാനും നമുക്കായി പുല്ലാങ്കുഴൽ നാദവിസ്മയം തീർത്ത ശ്രീ മുരളീനാരായണൻ അവർക്കും ഈ അവസരത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് PA മുഹമ്മദ് ഇസ്മായിൽ, അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെ സാങ്ങിൻ്റെ അമരക്കാരനായ ശ്രീ മുഹമ്മദ് അനീഫ്, പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാൻ തയ്യാറായി വന്ന ഈ ശ്രീ EDP സുധീഷ് എന്നിവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും ഔപചാരികതയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അധ്യാപകരെ ആദരിക്കുന്നതിനായി ഓരോ അധ്യാപകരെക്കുറിച്ചും വ്യക്തമായ വിവരണക്കുറിപ്പ് തയ്യാറാക്കി വായിച്ച ഡോക്ടർ സെബി ബാലനും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. സാന്നിധ്യം കൊണ്ട് വേദിയെ ധന്യമാക്കിയ നമ്മുടെയെല്ലാം പ്രിയ സുഹൃത്ത് ബാദുഷാ സുൽത്താൻ, അഷ്റഫ് കാപ്പിൽ, KA സുധീഷ്, AK ഗിനേഷ് എന്നിവർക്കും ഈ അവസരത്തിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും സാങ്ങിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ സാങ്ങിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഈ സദസ്സിനെ അലങ്കരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കുമുള്ള നിസ്സീമമായ നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി പറയുക എന്ന എൻ്റെ കർത്തവ്യം ഞാനിവിടെ പൂർത്തിയാക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
എല്ലാവർക്കും അറിയാലോ, കുട്ടികളെ ഏറ്റവും അധികം സ്നേഹിച്ച തുളസി ടീച്ചർ. എന്താ ഇത്രയും നല്ല എന്താ പറയുക സ്നേഹ വിരുന്ന് നൽകിയ ഇങ്ങനെ ഒരു വേദി ഞങ്ങൾക്ക് സമ്മാനിച്ച, ശരിക്കും പറഞ്ഞാൽ ഇത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എൻ്റെ സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം വിഷമിച്ചിട്ടുള്ളത് എനിക്കൊരു അനിയനില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടികളെ ഞാൻ അനിയന്മാരായി കണ്ടു. പിന്നീട് എനിക്കൊരു മോനുണ്ടായപ്പോൾ ഞാൻ അവരെല്ലാം എൻ്റെ മണിക്കുട്ടന്മാരായി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ മറവിയുണ്ട്, വയസ്സായി. എൻ്റെ മോളെക്കുറിച്ചോ എൻ്റെ പെൺകുട്ടികളെക്കുറിച്ചോ ഞാൻ പറയാൻ അപ്പോൾ മറന്നുപോയി സത്യത്തിൽ. പിന്നെ പ്രസംഗത്തിലൂടെയല്ല, പ്രവൃത്തിയിലൂടെ എൻ്റെ കൊച്ചനിയത്തിമാരെ പോലെ എൻ്റെ മക്കളെ പോലെ ഞാൻ സ്നേഹിച്ച ഓരോ പെൺകുട്ടികൾക്കും ഓരോ ആൺകുട്ടിക്കും എൻ്റെ സ്നേഹം എന്താണെന്നറിയാം. കാരണം സ്നേഹം മാത്രം അറിയുന്ന ഒരു കാട്ടുമുക്കിൽ നിന്നാണ് ഞാൻ വന്നത്. സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്തും. സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ. സ്നേഹത്തിൻ ബലം സ്നേഹം, ജ്ഞാനത്തിൻ ബലം ജ്ഞാനം. എന്നെ സെബി തുടങ്ങി 4 പേര് വിളിക്കാൻ വന്നു വീട്ടിലേക്ക്. അന്ന് മുതൽ രാത്രി എൻ്റെ മുറിയാണ് എൻ്റെ ഏകാന്തത. അന്ന് മുതൽ ഞാൻ നിങ്ങളോട് ഓരോന്ന് സംസാരിക്കുകയായിരുന്നു, ഓരോ കുട്ടികളോടും. 92 ബാച്ചല്ല, 92 മാത്രമല്ല. അപ്പോൾ ഞാൻ പഠിപ്പിച്ച ഓരോ കുട്ടികളോടും നിങ്ങളോട് എന്താ പറയണ്ടേ? ഒരുപാട് പറയാറുണ്ട്. നീണ്ട 23 വർഷം ഞാൻ തളിക്കുള സ്കൂളിൽ ഓടി നടന്നതാണ്. ഒരിക്കലും ഞാൻ ഇരുന്നിട്ടില്ല, അറ്റൻഡൻസ് എടുക്കാൻ പോലും ഇരുന്നിട്ടില്ല. ഞാൻ കുട്ടികളുടെ ഇടയിൽ, ഞാനൊക്കെ പഠിക്കുമ്പോൾ അധ്യാപകരെ പേടിയാണ്. എന്നാൽ എൻ്റെ മക്കളായ നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങളിൽ ഒരാളായിരുന്നു. സ്നേഹം മാത്രം എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വരുമ്പോൾ എൻ്റെ വിചാരേ ചിരിക്കണവരൊക്കെ നല്ലവരാന്നാ. പക്ഷെ പിന്നീടാണ് ഈ ലോകം എന്താണെന്ന് ഞാൻ പഠിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് 72 പുത്തൂർ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചറെ എനിക്ക് 10 രൂപ തരുമോ ചോദിച്ചു. എനിക്ക് അനിയനില്ല. ആ കൊച്ചനിയനോട് ഞാൻ ചോദിച്ചു, എന്താ മോനെ നിന്റെ സങ്കടം, എന്തിനാ 10 രൂപ? ടീച്ചറെ എനിക്ക് അരി മേടിക്കാനാണ്. എൻ്റെ അമ്മ മരിച്ചുപോയി, അച്ഛൻ കണ്ണുപിടിച്ച് നടക്കുള്ളൂ, അതുകൊണ്ട് വിശന്നിട്ടുണ്ട് ടീച്ചറെ, എനിക്ക് 10 രൂപ തരണമെന്ന്. അവന് ഞാൻ 10 രൂപ കൊടുത്തത് പറയല്ല ഒരിക്കലും. അവൻ്റെ ഫീസ് ഞാൻ കൊടുത്തു. അവനെ ഞങ്ങൾ താമസിക്കണ 3 പേര് താമസിക്കുന്ന വീട്ടിലേക്ക് വിളിക്കും. ഞാൻ സമയം അധികം കളയുന്നില്ല. അപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് വിളിച്ചിട്ട് അവന് പഴം കൊടുക്കും, ചോറ് കൊടുക്കും. അവൻ നന്നായി പാടും. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ, ഗോപകുമാരനെ കാണും. വർഷങ്ങൾ 72-ലാണ്. ഇന്നും ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അവനെ ഓർമ്മ വരാറുണ്ട്. ഇന്ന് അവൻ 30 ലക്ഷത്തിൻ്റെ വീട് പണിത് ഒരു കോടീശ്വരനായി. പക്ഷേ അവൻ്റെ താഴെയുള്ള മോൾക്ക് ക്യാൻസറാണ്. അതുപോലെ ഓരോ കുട്ടികളുടെ ഇടയിലേക്കും തളിക്കുള സ്കൂളിൽ പഠിക്കുമ്പോൾ മുഹമ്മദ് എന്നൊരു കൊച്ചു വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറുമ്പൻ. അവൻ എപ്പോഴെപ്പോഴും സാറേ സാറേ ചറപറാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലല്ല. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു കുട്ടികളെയും ഒരു ക്ലാസ് ടീച്ചറെ അടുത്തും പരാതിയായിട്ട് വന്നിട്ടില്ല. എനിക്ക് ഹെഡ് മാസ്റ്റർ അടുത്ത് കൊണ്ടുപോയി വന്നിട്ടില്ല. കാരണം എൻ്റെ മക്കളോട് ഞാൻ പറയും, പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം കേട്ടിട്ടുണ്ട്, ചില കുട്ടികളൊക്കെ ടീച്ചേഴ്സിനെ കുറ്റപ്പേര് വിളിക്കണതും കളിയാക്കണതും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം 2 ദിവസം അവരോട് പറയും, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അമ്മയെ കളിയാക്കുമോ? നിങ്ങളുടെ ചേച്ചി നിങ്ങൾ കളിയാക്കുമോ? നാളെ നിങ്ങളുടെ ഭാര്യയായി വരുന്ന ആളെ കളിയാക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല ടീച്ചറെ, ഒറ്റ അടി വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ടീച്ചർ ഒന്നുകിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചി. ഗുരുവിന് വയസ്സ് 17 ആയാലും ഗുരുശിഷ്യ ബന്ധം മാതൃപുത്ര ബന്ധം പോലെ, പിതൃപുത്ര ബന്ധം പോലെ പരിശുദ്ധമാണ്. എൻ്റെ എല്ലാ മക്കളെയും സത്യം പറഞ്ഞാൽ ആ 10 രൂപ കൊടുത്തതിന് വേണ്ടി നിങ്ങളോട് പറയാൻ പറ്റാത്ത അത്ര ജീവിതത്തിൽ വേദനിച്ച സന്ദർഭം എനിക്കുണ്ടായിട്ടുണ്ട് അവന് വേണ്ടി. അതുപോലെ ഈ മുഹമ്മദ്, അവനെ ഒരു ദിവസം എല്ലാ ടീച്ചേഴ്സും പറയും, ഇവനെക്കൊണ്ടൊരു സൗകര്യമില്ല ടീച്ചറേ.
അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഇവരൊക്കെ സൈലൻ്റാണ്. കാരണം ഞാൻ ഇവരോട് പറയും, ആദ്യമേ പറയും, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ ചേച്ചി അവരെങ്ങനെയാണോ അതുപോലെ നിങ്ങൾ എന്നെ കാണണം. ഞാൻ നിങ്ങളെയും അതുപോലെ അത്രയും നിഷ്കളങ്കമായിട്ട് നിങ്ങളെ ഞാൻ സ്നേഹിക്കും. നമുക്ക് ഈ ഒരു കൊല്ലം മുഴുവൻ കണ്ടതാണ്. പിന്നെ ഞാൻ വീട്ടിലെ സാരി എടുത്തു വന്നാലും പലരും തളിക്കുള സ്കൂളിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ഞാൻ പോയില്ല. എനിക്ക് പോകാമായിരുന്നു. എൻ്റെ അടുത്തുള്ള സ്കൂളിൽ ഒരു 20 മിനിറ്റ് പോയാൽ മതി, നടന്നാൽ മതി. ഞാൻ പോവാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കുട്ടികളെ. അതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത്. എനിക്ക് തോന്നുന്നു, സത്യമാണോന്നറിയില്ല, എന്നെപ്പോലെ കുട്ടികളെ സ്നേഹിച്ചൊരു ടീച്ചർ ഉണ്ടാവില്ല. അതിന് തുടക്കം തന്നെ എൻ്റെ അനിയത്തിമാരെ പോലെ, എൻ്റെ അനിയന്മാരെ പോലെ ഞാൻ അവരെ കണ്ടു. ഇന്നും ഒരുപാട് എനിക്ക് പറഞ്ഞാൽ തീരില്ല. ഇന്നും നിങ്ങൾ തന്ന ഈ വേദി, അത് എന്താ പറയുക, അവർണ്ണനീയാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയല്ലോ. ഇത്രയും വിഭവസമൃദ്ധമായ ബാദുഷ ഒരു കൊച്ചു പയ്യനായിരുന്നു. ഇന്നും അധികം വലുതായിട്ടില്ല. 127 വിഭവങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതെന്നാണ് പറയണത്. വിഭവങ്ങളും ഞങ്ങൾ, അതായത് ഇത്രയധികം എല്ലാ ടീച്ചേഴ്സും പോയെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇവരോട് പറയണ ഒരു ആശംസ, ഇത് തന്നതിന് നിങ്ങളോട് നന്ദി പറയണ്ടേ. അപ്പം എൻ്റെ എല്ലാ മക്കൾക്കും, ഇനി എനിക്ക് പറയാണ്ട്, ഞാൻ മറന്നു പോകും ചിലപ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ തന്നെ പറയണം, എൻ്റെ എല്ലാ മക്കൾക്കും ഈ വേദി ഒരുക്കി തന്നതിന് നന്ദി, ആശംസ. മക്കൾക്ക് മാത്രമല്ല തീർന്നിട്ടില്ല, മക്കളുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ പറഞ്ഞു മതിയായിട്ടില്ല. ഞാൻ മുഹമ്മദിൻ്റെ കാര്യം മുഴുവൻ പറഞ്ഞില്ല. അങ്ങനെ ടീച്ചേഴ്സൊക്കെ പറയും, തൻ്റെ മുഹമ്മദിനെ കൊണ്ട് ഒരു സ്വൈര്യമില്ല എന്ന് പറയും. അപ്പോൾ ഒരു ദിവസം എൻ്റെ ക്ലാസ്സിൽ വനങ്ങില്ല. ഒരു ദിവസം ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ഒരു മുക്കിലെ ക്ലാസ്സിൽ ഞാൻ നിൽക്കണം. അവൻ വേറൊരു മുക്കിൽ നിന്നൊരു ചോറും പാത്രം വെയിലത്ത്, ഈ ചോറും പാത്രം അടിച്ചാൽ എന്തുണ്ടാവും അറിയാലോ? എന്തുണ്ടാവുക? ഒരു ലൈറ്റ് വരൂല്ലേ, അത് തട്ടിയത് എൻ്റെ മേലെ. അവൻ പെൺകുട്ടി, ടീച്ചർക്ക് വയസ്സായി. അപ്പം ഇത്തിരി വെള്ളം കുടിക്കാൻ തോന്നി. അപ്പം എനിക്കങ്ങോട്ട് ദേഷ്യ സങ്കടം വന്നു ഇവനങ്ങനെ ചെയ്തപ്പോൾ. ഞാൻ ഒരിക്കലും ഒരു ക്ലാസ് ടീച്ചറോട് ഒരു കുട്ടികളെ കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാത്ത ഞാൻ, ഒരു ഹെഡ് ടീച്ചറോടും കംപ്ലൈൻറ്റ് ചെയ്യാത്ത ഞാൻ ഓടി ചെന്ന് ഇവനോട് പിടിച്ചു. ഇവിടെ വാന്ന് പറഞ്ഞു. അങ്ങനെ മാഷടുത്തേക്ക് കൊണ്ടുപോയി അവനെ. മാഷ് പറഞ്ഞെന്താണെന്നറിയോ? രാജമാഷുണ്ടെന്ന്. തുളസി ടീച്ചർ ഇന്ന് വരെ ഒരാളെ കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് മാഷ് ഇതിന് തക്ക നടപടി എടുക്കണം എന്ന് പറഞ്ഞു. ഹെഡ് മാഷ് പറഞ്ഞു, നിനക്ക് TC തന്നു വിടാൻ പോണു, നീ പൊക്കോ. ഇവനാകെ വിഷമായി, ഇവൻ കരയാൻ തുടങ്ങി. എൻ്റെ പിന്നാലെ വന്നു ഇവനും ക്ലാസ് ലീഡർ കാസിമും. അപ്പം എൻ്റെ വീട്ടിലേക്ക് വരാൻ ധൈര്യമില്ല. അങ്ങനെ അവസാനം കാസിമിൻ്റെ കയ്യിൽ ഇവനൊരു കത്തെഴുതി കൊടുത്തു. ടീച്ചർ, എൻ്റെ ഭാവി കളയരുത് ടീച്ചറെ, ഞാൻ നശിച്ചു പോവുള്ളൂ ഇതോടുകൂടി. അതുകൊണ്ട് ടീച്ചർ മാഷോട് പറയണം എന്നോട് ക്ഷമിക്കാൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി. ഇന്ന് എൻ്റെ മനസ്സിലുണ്ടാവും എൻ്റെ ഉപ്പ, നിഷ്കളങ്കനായ ഒരു നല്ല മനുഷ്യൻ, പച്ചപ്പാവം, ചിരിക്കുന്ന മുഖവുമായി ഇന്നും ആ ഉപ്പ എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് സങ്കടം വന്നു. 8 മക്കളാണ്, അതിൽ 2ാമത്തെ കുട്ടിയാണ് ഇവൻ. 3ാമത്തെ കുട്ടിയെ ഇവനെ ഇടയ്ക്കിടയ്ക്ക് അടിക്കും. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് ഓപ്പറേഷനാണെന്ന് എനിക്കറിയാം, ഞാൻ ഇപ്പോൾ പറയണില്ല. അങ്ങനെ ഞാൻ അവൻ്റെ അമ്മയായി, അവൻ്റെ ചേച്ചിയായി, അവൻ്റെ സുഹൃത്തായി, അവൻ്റെ ടീച്ചറായി. അതിൽ ചിലരെന്നെ തെറ്റിദ്ധരിച്ചു. ഒരു കുട്ടി എന്തോ ചോദിച്ചതായി ഞാൻ അറിഞ്ഞു. അങ്ങനെ സജിത്തസ് നായർ എന്ന് പറഞ്ഞൊരു കുട്ടീൻ്റെ അവൻ്റെ അടുത്ത്. സജിത്തസ് നായരോട് ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഉപ്പ 8 മക്കളെ വളർത്താൻ പെടുന്ന പാട് കണ്ടിക്ക് സങ്കടം വന്നു. അബ്ദുള്ള മാഷാണെന്ന് ഹെഡ് മാഷ്. അബ്ദുള്ള മാഷ്ക്ക് അറിയാം ആ നല്ല മനുഷ്യനെ, മുഹമ്മദിൻ്റെ ഉപ്പയെ. അങ്ങനെ ഞാൻ അവൻ്റെ വീട്ടിൽ പോയി വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവനെ ഞാൻ ഉപദേശിക്കുക, അങ്ങേറ്റം ഉപദേശിച്ച്. പിന്നെ അവൻ ഗൾഫിലാണ്, ഒരു 2 നില വീടുണ്ട്, സുന്ദരിയായ എൻ്റെ സ്റ്റുഡൻ്റായ ഒരു ഭാര്യയുണ്ട്, മിടുക്കന്മാരായ 2 മക്കളുണ്ട്. മുഹമ്മദ് മാത്രമല്ല, സ്കൂൾ ലീഡറായിരുന്ന പ്രശാന്ത്, ബാദുഷ, ജയനെ പോലെ നടന്നിരുന്ന ജയൻ്റെ കാലഘട്ടത്തിൽ സിനിമാ നടൻ ജയൻ. ഞാൻ സമയം കളയണ്ട. അപ്പോൾ ആ കുട്ടി ഇന്നില്ല. 8ൽ അവൻ ഇട്ടിരുന്ന ഷർട്ടും ട്രൗസറും വരെ എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ നല്ലൊരു പാട്ടുകാരനായ രാജേഷ്, ശ്യാമസുന്ദര പുഷ്പമേ എന്ന് കേൾക്കുമ്പോൾ
എനിക്ക് രാജേഷിന്. രാജേഷോ ബഷീറോ മുഹമ്മദോ ശിവശങ്കരനോ ഒന്നും എനിക്ക് വ്യത്യാസമില്ല. നാളെ എന്നോട് കാസിം ചോദിച്ചു, കുറെ കുട്ടികളെ കുറിച്ച് അന്വേഷിച്ചു, ടീച്ചർ എന്താ ഈ കുറുമ്പന്മാരെ മാത്രം അന്വേഷിക്കണമെന്ന്. സത്യത്തിൽ കുറുമ്പന്മാർക്കാണ് പുറത്ത് കിടക്കുമ്പോൾ കൂടുതൽ സ്നേഹം. സത്യം, എൻ്റെ അനുഭവമാണ്. അതൊരു കാലഘട്ടത്തിൽ അവരെന്തൊക്കെ ചെയ്യുന്നു. പിന്നെ കുട്ടികളെ ഞാൻ പരസ്യമായിട്ട് ചീത്ത പറയില്ല. മാറാട്ട ബാബുവിനെ ഞാൻ പഠിപ്പിച്ചതാണ്, നിങ്ങൾ അറിയുമെന്ന് എനിക്കറിയില്ല. നടയിലൊരു തോമസ് ഉണ്ട്, ഇങ്ങനെ നോക്കണം, എന്നെക്കാൾ ഉയരണ്ട്. പിന്നെ കാറോടിപ്പിന് ജോസുണ്ട്, എന്നെക്കാളും വയസ്സായെന്ന് തോന്നും. അപ്പോൾ ഒരുപാട് മക്കളെ പഠിപ്പിച്ച എനിക്ക് എന്താ പറയുക, അവരോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് രാജേഷ് എന്നോ സജർദോസ് എന്നോ ബാദുഷ, ഇപ്പം ഈ നിൽക്കുന്ന ഹനീഫ് എന്നോട് പറഞ്ഞു ഞാനാണ് ഇങ്ങനെ ഒരു ആശയം എടുത്തത്. പക്ഷെ ഇത്രയും വിഭവസമൃദ്ധമായ ഒരു സദ്യ എന്തൊക്കെയാണ് നിങ്ങൾ തന്നത്. മധുരം, ഒരുപാട് മധുരം, സ്നേഹവർഷം. ആ പാട്ട് കേൾക്കുമ്പോൾ അധ്യാപകർക്ക് ബാഷ്പാഞ്ജലി. സത്യത്തിൽ എൻ്റെ കണ്ണുകൾ നിറയുന്നു. ഇന്ന് ഞാൻ വീട്ടിൽ പോയാലും എൻ്റെ ചിന്ത നിങ്ങളെക്കുറിച്ച് തന്നെയായിരിക്കും. ക്ഷണിക്കാൻ വന്ന അന്നു മുതൽ ഇനി എനിക്ക് ഉറക്കം വരില്ല. 2 മണിക്കൊന്നും ഞാൻ ഉറങ്ങിണ്ടാവില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കണം, ഓരോരുത്തരോടും. എന്തൊക്കെ ഇനി ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നി, ഇവിടെ ആദ്യം വന്നപ്പോൾ എനിക്ക് തോന്നിയേ അയ്യോ എനിക്കൊന്നും പറയാൻ പറ്റില്ലേ എന്നെനിക്ക് തോന്നി. പക്ഷേ എൻ്റെ സ്വർഗമായിരുന്നു സ്കൂള്. ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും കാണുമ്പോൾ നമ്മളൊക്കെ സന്തുഷ്ടരാണ്. ഒരുപാട് വിഷമങ്ങളുണ്ടാവും. 1964 SLCക്ക് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. എനിക്ക് 22 വയസ്സായ ചേട്ടനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊരു ചേച്ചി മാത്രമേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ മോളെക്കുറിച്ച് പറഞ്ഞില്ല. എൻ്റെ മോള് ലെമർ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സംഗീത. എൻ്റെ മോൻ പേരക്കുട്ടി കിച്ചു എന്ന് വിളിക്കും, ഹരിനന്ദൻ, 7ാം ക്ലാസ്സിൽ ലെമർ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. എൻ്റെ മോൻ അമേരിക്കയിലാണ്, അവനൊരു പാട്ടുകാരനാണ്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ, മുരളി നാരായണൻ്റെ പാട്ട് കേട്ടപ്പോൾ ഞാനെല്ലാം മറന്നുപോയി. ദൈവത്തിൻ്റെ ഒരു വരദാനമാണ് പാട്ട്. എൻ്റെ മോൻ എന്നോട് പറയും, അമ്മേ കല്യാണം ഒന്നും ഇപ്പോൾ കഴിക്കണ്ട, ഈ പാട്ട് ദൈവം തന്നൊരു കഴിവല്ലേ. അവൻ ആൽബം ചെയ്യും, പാട്ട് കമ്പോസ് ചെയ്യും, കീബോർഡ് വായിക്കും, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നാളെ അമേരിക്കയിലൊരു പ്രോഗ്രാം അവതരിപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോള് സയൻസ് എടുക്കണം. മോള് നന്നായി പാടും, പക്ഷെ സദസ്സിലൊന്നും അവൾ പാടാറില്ല. പേരക്കുട്ടിയും മിടുക്കനാണ്, അവൻ പാടും, പ്രസംഗിക്കും, ഒരുപാട് കളിക്കും, എല്ലാവിധ കഴിവുകളുണ്ട്. പക്ഷെ കുറച്ച് മടിയുണ്ട്. എനിക്ക് ആ മുരളി നാരായണൻ്റെ ഫ്ലൂട്ട് വായിക്കുന്നത് അതിൽ നിന്ന് പോകാൻ പോയപ്പോൾ ആ ദിവസം ഞാൻ അതിലേക്ക് കടന്നുപോയി. അവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എൻ്റെ മോനറിയാം, എനിക്കറിയാമോ മുരളിച്ചേട്ടനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇനി ആരെങ്കിലും കുറിച്ച് പറയാൻ വിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും 76 ജൂലൈ 21 സ്കൂളിൽ വന്ന് കയറിയ ദിവസം മുതൽ 99 ആഗസ്റ്റ് 31 തീയതി എനിക്ക് VRS എടുക്കേണ്ടി വന്നു. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. ഞാൻ ഒറ്റയ്ക്കാണ്, 19 കൊല്ലമായി. എൻ്റെ മോളും പേരക്കുട്ടി എൻ്റെ കൂടെ ഉണ്ട്. ഒരുപാട് സങ്കടങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ സ്നേഹം, എൻ്റെ സ്വർഗം എൻ്റെ മക്കളായിരുന്നു. അതുപോലെ എൻ്റെ കോവർക്കേഴ്സ്, എൻ്റെ സഹപ്രവർത്തകർ. മദനമാഷയ്ക്ക് 22 വയസ്സുള്ളൂ തളിക്കുള സ്കൂളിൽ വരുമ്പോൾ. ഒരു കുട്ടിയായിരുന്നു മദനമാഷ എൻ്റെ മുന്നിൽ. എനിക്ക് മദനാന്ന് വിളിക്കാം. പക്ഷേ എൻ്റെ മാഷന്മാരൊക്കെ ഞാൻ എൻ്റെ ബ്രദേഴ്സായിട്ടാണ് കണ്ടത്. ടീച്ചേഴ്സിനെ പ്രായം നോക്കി ഞാൻ ബഹുമാനിക്കും, സ്നേഹിക്കും. അങ്ങനെ അവരൊക്കെയായിരുന്നു. പിന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരെനിക്ക് ചുറ്റുമുണ്ട്. ചുരുക്കം ചിലപ്പോൾ ആരകളൊഴികെ ഒരുപാട് പേരുണ്ട്. അതാണ് ഇപ്പം എന്നോട് നിർത്തുന്നത്. 68 വയസ്സായി. ഇവിടെ ഞാൻ നിൽക്കുന്നത് എനിക്ക് പലരും, നിങ്ങളടക്കം എല്ലാവരും തരുന്ന സ്നേഹം കൊണ്ടാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എൻ്റെ ആശംസകൾ, എൻ്റെ പ്രാർത്ഥനകൾ അതെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇനിയും നിങ്ങളുടെ മക്കളും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഖം നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. 24 വർഷത്തിന് ശേഷം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ക്ലാസ് റൂമിൽ അല്ലേ ആണെങ്കിൽ പറയുക, ഇങ്ങനെ ക്ലാസ് റൂമിൽ ഒത്ത് ചേർന്നിരിക്കുകയാണ്. പക്ഷേ അന്നത്തെക്കാൾ കൂടുതൽ ആളുകളുണ്ട്. നിങ്ങളുടെയൊക്കെ അച്ഛനമ്മമാർ, കുട്ടികൾ ഒക്കെ ആയിട്ട് കുറേ പേരുണ്ട്. എല്ലാവർക്കും ആദ്യമായി എൻ്റെ സ്നേഹാഭിവാദ്യം. ഈ പരിപാടിയിലേക്ക്, സംഗീത പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ
ഇതിൻ്റെ ഉദ്ഘാടകൻ ഔപചാരികമായി കലാപരിപാടിയുടെ കലാവിഭാഗത്തിൻ്റെ, അതായത് ഇന്നത്തെ പരിപാടി രണ്ടാമത്തെ സെഷൻ്റെ ഉദ്ഘാടനം എന്ന പരിപാടി കൂടി എന്നിൽ അർപ്പിതമാണ്. അത് ഞാൻ സ്ഥിരം ചെയ്തു പോരുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ ഉദ്ഘാടനം. ഒരു വിശിഷ്ടാതിഥിയെ, നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത ഒരു വിശിഷ്ടാതിഥിയെ, നിങ്ങളുടെ ഒരു സഹപാഠിയെ വരച്ചുകൊണ്ട്, പാട്ട് പാടിക്കൊണ്ട് വരച്ചുകൊണ്ടാണ്, പാട്ട് പാടുമ്പോൾ തന്നെ വരച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നടത്തുന്നത്. റഷീദ, നിങ്ങളുടെയൊക്കെ സഹപാഠി റഷീദയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പറന്ന് പറന്ന് ചെല്ലാൻ പറ്റാത്ത കാടുകൾ. പറന്ന് പറന്ന് ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. പറന്ന് പറന്ന് ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. കിലുകില് നനരാക്കിളികൾ വളകിലുത്തിയ കാലം, കിലുകില് നനരാക്കിളികൾ വളകിലുത്തിയ കാലം, കിലുകില് നനരാക്കിളികൾ വളകിലുത്തിയ കാലം. കുനുകുനു നന്നെ കാട്ടുപൂക്കൾ, കുനുകുനു നന്നെ കാട്ടുപൂക്കൾ തിരികൊള്ളുത്തിയ കാലം. പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. ജാലകങ്ങൾ നീ തുറന്നോ, ഞാനതിൻ്റെ കീഴിൽ നിന്നു. ജാലകങ്ങൾ നീ തുറന്നോ, ഞാനതിൻ്റെ കീഴിൽ നിന്നു. ജാലകങ്ങൾ നീ തുറന്നോ, ഞാനതിൻ്റെ കീഴിൽ നിന്നു. പാട്ടുപാടി നീ എനിക്കൊരു പാട്ടുപാടി, നീ എനിക്കൊരു പാട്ടുപാടി, നീ എനിക്കൊരു കൂട്ടുകാരിയായി. പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ.
മല കോർത്തു ഞാൻ നിനക്കൊരു മന്ത്രകോടി വാങ്ങി വെച്ചു. 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 പന്തലിട്ടു കാത്തിരുന്നു, പന്തലിട്ടു കാത്തിരുന്നു, ചന്ദന കുറികൂട്ടി പറന്ന് ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാൻ പൂമരക്കൊമ്പിൽ പൂമരക്കൊമ്പിൽ കണ്ടില്ല നിന്നെ മാത്രം, കാത്തിരുന്ന നിന്നെ മാത്രം, കണ്ടില്ല നിന്നെ മാത്രം, കാത്തിരുന്ന നിന്നെ മാത്രം. പൊൻകിനാക്കൾ പൂത്ത നേരം, പൊൻകിനാക്കൾ പൂത്ത നേരം, പൊൻകിനാക്കൾ പൂത്ത നേരം. പോയതെങ്ങു നീ, പോയതെങ്ങു നീ. പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. ആ താങ്ക് യു. നിങ്ങളുടെ തന്നെ ഇടയിൽ നിന്ന് കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും പാടാനും ആടാനും ഒക്കെ തയ്യാറായിട്ടുണ്ട്. അവരൊക്കെ ക്ഷണിക്കുകയാണ്. അതിലോപഗോപുര